ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യുന്നത് കുക്കിംഗ് ഒന്നുമല്ല, നമ്മുടെ പച്ചക്കറിയെല്ലാം മേടിച്ച് ഇതിപ്പം കോവയ്ക്ക, പച്ചപ്പയർ, പിന്നെ പച്ചമുളക്, അങ്ങനെ 5-6 പച്ചക്കറികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പച്ചക്കറി എല്ലാം കൂടെ നമുക്ക് കേടാകാതെ കുറേ ദിവസത്തേക്ക് ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. അതായത് ഈ കോവയ്ക്കാണെങ്കിൽ അതിൻ്റെ സൈഡ് രണ്ടും കട്ട് ചെയ്യണം. കണ്ടോ, സൈഡ് രണ്ടും കട്ട് ചെയ്തിട്ട് കഴുകി വെച്ചാൽ പിന്നെ അതിൻ്റെ ജലാംശം ഫുള്ള് പോയാലേ ഫ്രിഡ്ജ് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലാതെ ആണെങ്കിൽ നമ്മളൊരു സിപ്ലോ കവറിലോ അല്ലെങ്കിൽ ഒരു ബോക്സിലോ ഇട്ട് വെക്കുവാണെങ്കിൽ കുറച്ച് ദിവസം കേടാകാതിരിക്കും. അതുപോലെ പയറാണെങ്കിൽ രണ്ടറ്റം കട്ട് ചെയ്ത് നീളമുള്ള പയറാണെങ്കിൽ നേരെ പകുതിയാക്കി മുറിച്ച് സിപ്ലോ കവറിലോ നമ്മുടെ ബോക്സിലോ ഇട്ട് വെക്കുവാണെങ്കിൽ കുറേ ദിവസം കേടാകാതിരിക്കുന്നുണ്ട്. ഈ സിപ്ലോ കവറിൽ വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഫ്രിഡ്ജ് വെക്കാവുന്ന സൈസ് ബോക്സുകളിലൊക്കെ എടുത്ത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്ത് ഫ്രിഡ്ജ് വെക്കാം. അത് ഫ്രഷായിട്ട് അവിടെ ഇരുന്നോളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പച്ചക്കറി കുറേ ദിവസം വലിയ കേടില്ലാതെ ഇരുന്നോളൂ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയ്ക്കകത്ത് വെച്ച കറി ലീവ്സാണ്. ഇതാണ് നമ്മുടെ കറി ലീവ്സ്. ഇത് സിപ്ലോ കവർ വെച്ചാണ്. ഇത് നല്ല ഫ്രഷായിട്ടാണ് ഇപ്പോഴും കറി ലീവ്സ് ഇരിക്കുന്നത്. അങ്ങനെ എടുത്ത് കാണിക്കാം. ഈ കംപ്ലീറ്റ് കറി ലീവ്സും ഒരു കുഴപ്പമില്ല, നല്ല ഫ്രഷായിട്ടാണ് ഇപ്പോഴും ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത്. 3-4 ദിവസമായി ഫ്രിഡ്ജ് വെച്ചിട്ട് കറി ലീവ്സ് എല്ലാം ഒരു ഇല പോലും അങ്ങനെ ഒഴിഞ്ഞിട്ടില്ല, അതുപോലെ ഫ്രിഡ്ജിൽ തന്നെ ഇരുന്നോളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ കോവയ്ക്ക നമുക്ക് സിപ്ലോ കവറിലും ഇട്ട് വെക്കാം. നമ്മുടെ പയറെല്ലാം കട്ട് ചെയ്ത് ഇതുപോലെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിക്കുള്ളത് എടുത്ത് വെച്ച് അതുപോലെ കോവയ്ക്ക സിപ്ലോ കവറിലാക്കി, കറിവേപ്പില സിപ്ലോ കവറിലാക്കി, ബോക്സിൻ്റെ ബോക്സിലൊക്കെ. അതുപോലെ ഈ പച്ചമുളകിൻ്റെയൊക്കെ ഇത് ഞെടുപ്പ് കളഞ്ഞേച്ച് വേണം ഫ്രിഡ്ജ് വെക്കാം. അപ്പോൾ അത് കുറേ ദിവസങ്ങളോളം കേടാകാതിരുന്നത്. അപ്പോൾ കറി ലീവ്സ് നമ്മൾ 3-4 ദിവസം മുമ്പ് എടുത്ത് വെച്ച കറി ലീവ്സാണിത്. വളരെ ഫ്രഷായിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ. കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മളെടുത്ത് പയറെടുത്തതാണ്. പയറൊക്കെ നല്ല ഫ്രഷായിട്ട് ഇരിപ്പുണ്ട്. അത് നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണിത്. അത് ആ പയർ നല്ല ഫ്രഷായിട്ടാണ് ഇരിക്കുന്നത്, അങ്ങനെ അധികം വാടിയൊന്നും പോയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും.